ഈ പ്രഖ്യാപനത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നേരത്തെ ഇവിടെയുണ്ട്, കൂടുതൽ പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇതൊരു അവസരമാണ്, പിണറായി സത്തിനെതിരെ പ്രതികരിക്കാനുള്ള അവസരം. ആ അവസരം നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായി വിനിയോഗിക്കും. ഈ തറവാടിനൊരു പ്രത്യേകതയുണ്ട്. അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ തറവാട് ലൈവായിരിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു തറവാടാണ്. ആ തറവാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥിയാണേലും ആ സ്ഥാനാർത്ഥിയെ ഇരു കൈ നീട്ടി സ്വീകരിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളിലും പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ഇനി പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. തോന്നുന്നു കുറച്ച് പേര് നേരത്തെ മുറ്റത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് പാടില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഉറപ്പിച്ചു ഏതായാലും? അല്ല, വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു വന്നല്ല. ഞങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകളാണ് വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. AICCയുടെ കേന്ദ്ര കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ലെറ്റർ പേഡിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് എഴുതി വന്നാൽ മാത്രമേ ഞങ്ങൾ ഉറപ്പിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ സിസ്റ്റം. പക്ഷേ വാർത്തകൾ വരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ മുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആളുകൾ വലിയ ആകാംക്ഷയിലാണ്. ഇവിടെ 2016 മുൻപേ, ഒരു 9 വർഷങ്ങൾക്ക് മുന്നേ വരെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും എല്ലാവിധ പ്രശ്നങ്ങൾക്കും, ഒരു വീട്ടിലുണ്ടാകുന്ന ചെറുതും വലുതുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ആശ്രയമാകുന്ന ഒരു വീടായിരുന്നു ഇത്. ഇവിടെ ഒരു അധികാരമുണ്ടായിരുന്നു. ഈ നിലമ്പൂരുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആര്യാടനെ കണ്ടാൽ തീരും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം വീണ്ടും വരുന്നു. അത്തരത്തിൽ ഒരു വസന്തകാലം അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഇടമായി ഇത് മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ വരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരുന്ന കാലത്ത് സമീക്ഷ, സദ്ഗമയ, ഒപ്പത്തിനൊപ്പം അങ്ങനെ തുടങ്ങിയിട്ട് ഈ നാട്ടിലെ അടിസ്ഥാന വർഗ മനുഷ്യരുടെ പ്രശ്നങ്ങൾ നിരന്തരം പരിഹരിക്കുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ നാടിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച്, മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ കൃത്യമായ MLA PV അൻവർ ഉറച്ചു നിൽക്കുകയാണല്ലോ. അൻവർ ഒരു നിലക്കും മുടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിനെതിരെ, പിണറായിസത്തിനെതിരെയാണ് അൻവർ എന്ന് ഉറച്ച നിലപാടെടുത്തതാണ്. ആ നിലപാടാണ് അൻവർ തുടരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് UDF-നൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ സാധ്യതയുള്ളത്. ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരിക്കുമെന്നാണ് അൻവറിന്റെ ഒരു പ്രതികരണമായി, പരസ്യ പ്രതികരണമല്ല, ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അത്തരത്തിലൊരു സാധ്യതയില്ല. കാരണം ഈ നാട്ടിൽ നടക്കുന്ന ദുർഭരണത്തിനെതിരെ RSSുമായിട്ട് CPM ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ പറഞ്ഞ ആളാണ് അൻവർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംവിധാനത്തെ സഹായിക്കുന്ന ഒരു സമീപനവും അൻവറിന്റെ ഭാഗത്ത് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തറവാട്ടിൽ നിന്ന് തന്നെ അടുത്ത സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അത് AICCയും KPCCയും തീരുമാനിക്കുന്നത്. നിങ്ങളേതായാലും ഉറപ്പിച്ചു? ഞങ്ങൾ ഉറപ്പിച്ചു. ഞങ്ങൾക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിന് ഞങ്ങൾ പറയുന്നു, AICC നിൽക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും UDF ഇവിടെ ഒറ്റക്കെട്ടാണ്. ആ UDF-നെ ഒറ്റക്കെട്ട് തകർക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇവിടെ UDF ഇപ്പോൾ AICCയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, ഗ്രൗണ്ട് വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. ഇവിടെ LDF-ന് ഗ്രൗണ്ടില്ല. ഞങ്ങൾക്കിവിടെ കാലാവസ്ഥ മാത്രമേ പ്രശ്നമുള്ളൂ. രാഷ്ട്രീയ കാലാവസ്ഥ UDF-ന് അനുകൂലമാണ്. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ നയിക്കും. ഇവിടെ ഒരു MLA, UDF-ന്റെ MLA കൈപ്പത്തി ചിഹ്നത്തിലൂടെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. PV അൻവറിന്റെ സ്വാധീനമൊക്കെ നിങ്ങൾ എത്രത്തോളമാണ് കണക്കാക്കുന്നത്? PV അൻവറിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് UDF ഒറ്റക്കെട്ടായി നിൽക്കുക. ഞങ്ങൾക്ക് 35 വർഷമായിട്ട് ഞങ്ങൾക്ക് ആര്യാടൻ മുഹമ്മദ് ഇവിടുത്തെ MLA മന്ത്രിയായിരുന്നു. അതിനുശേഷം 9 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് നിലമ്പൂർ പിടിച്ചെടുക്കുക, UDF-ന്റെ കയ്യിലാക്കുക, ഭദ്രമാക്കുക. അതിലുള്ള പ്രവർത്തനങ്ങൾ 1ാം ഘട്ടം ഞങ്ങൾ പറഞ്ഞു. കുടുംബയോഗങ്ങളും സമ്മേളനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അതിനുശേഷമാണ് യുദ്ധം വന്ന് നമ്മുടെ വർക്കുകളൊക്കെ സ്റ്റോപ്പായത്. എങ്കിലും ഞങ്ങൾ പൂർണ്ണ സന്നാഹമാണ്. ഞങ്ങൾ എല്ലാത്തിനും റെഡിയായിരിക്കുകയാണ് ഈ സമയത്ത്. ഇനി പ്രഖ്യാപനം വന്നാൽ മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കും. നിങ്ങൾക്കറിയാം, ഈ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്ത് ഓരോ കോൺഗ്രസ് കുടുംബത്തിനും ഓരോ രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാം, ഒരിക്കലും അടച്ചിടാത്ത വീടാണ്. 24 മണിക്കൂറും തുറന്നിടുന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. വളരെ സംയമനത്തോടെ മിതമായ നിലയിലാണ് അവരുടെ പ്രതികരണം.